ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും ചേർന്ന് ഒരു ദീർഘദൂര യാത്രയ്ക്ക് പുറപ്പെട്ടു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, പാത്രങ്ങൾ, വസ്ത്രങ്ങളൊക്കെ ഒരുക്കി ഒരു കുതിരവണ്ടിയിലാണ് ഇവർ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ദുർഘടം പിടിച്ച വഴികളിലൂടെയായിരുന്നു യാത്ര. കാട്ടിൽ കൂടെയൊക്കെയാണ് പോണത്. ഇടയ്ക്ക് എപ്പോഴോ കുഴികളിൽ കുതിരവണ്ടിയുടെ ചക്രങ്ങൾ അകപ്പെട്ടപ്പോൾ വണ്ടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ താഴ്ത്തു വീണു. അപ്പോൾ ശിഷ്യനാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കുതിരവണ്ടി മുന്നോട്ട് തെളിച്ചുകൊണ്ടിരുന്നു. വണ്ടി കുലുങ്ങിയപ്പോൾ ആ കുലുക്കത്തിൽ നിന്ന് മയങ്ങിപ്പോയ ഗുരു കണ്ണു തുറന്നു നോക്കി. ഗുരു ശിഷ്യനെ വിളിച്ചു. വണ്ടി നിർത്ത്. വഴിയിൽ വീണുപോയ സാധനങ്ങളെ ഗുരു കാണിച്ചു കൊടുത്തു. അപ്പോൾ ശിഷ്യൻ വേഗം വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി എല്ലാം പെറുക്കി കൂട്ടി വീണ്ടും വണ്ടിയിൽ കയറ്റി വെച്ചു. തിരിച്ച് വണ്ടിയിൽ കയറാൻ പോയ ശിഷ്യനെ ഗുരു വാത്സല്യത്തോടു കൂടി അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അരുമ ശിഷ്യ, ഇനി മുതൽ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം കേട്ടോ. ഇത്തരത്തിൽ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും വീണു പോയാൽ അത് വണ്ടി നിർത്തി ശ്രദ്ധയോടെ എടുത്ത് വണ്ടിയിൽ വെക്കണം. അശ്രദ്ധമായോ അലസമായിട്ടോ ഒന്നും വണ്ടി ഓടിക്കരുത്, ശ്രദ്ധിക്കണം. കുതിരയിലും ഓടിക്കുന്നതിലും മാത്രം ശ്രദ്ധിച്ചിരിക്കരുത്, വണ്ടിയുടെ പിന്നിലും ശ്രദ്ധ വേണമെന്ന് പറയുവാണ്. അപ്പോൾ ശിഷ്യൻ പറയും, ശരി ഗുരു എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുതിരനെ തെളിച്ച് വണ്ടി അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ ചെറിയ എന്തോ ഒരു ശബ്ദം കേട്ട് ശിഷ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ ഉണ്ടായേ? കുതിരവണ്ടികളുടെ പിന്നിൽ ചാണകം പോയിക്കൊണ്ടിരിക്കുന്നു. ശിഷ്യൻ ഗുരു പറഞ്ഞ വാക്കുകൾ ഓർത്തു. വണ്ടി നിർത്തി തിരിഞ്ഞ് നോക്കിയപ്പോൾ ഗുരു നല്ല ഉറക്കത്തിലാണ്. ശിഷ്യൻ ഗുരുവിനെ ഉണർത്താതെ പുറകിലേക്ക് പതുക്കെ നടന്നു പോയി വഴിയിൽ പോയ ചാണകമൊക്കെ വാരി വണ്ടിയിൽ വെച്ചു. ദുർഗന്ധം നിമിത്തവും തെറിച്ചുപോയ ചാണകം അസ്വസ്ഥമാക്കിയ ഗുരു കണ്ണു തുറന്നു. ശിഷ്യ, എന്ത് പണിയായി ചെയ്തത്? അത് ഗുരു, അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് വണ്ടിയിൽ നിന്ന് എന്ത് വീണ് പോയാലും എടുത്ത് വണ്ടിയിൽ വെക്കണമെന്ന്? മണ്ട, വണ്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയ സാധനങ്ങളല്ലേ എടുത്തു വെക്കാൻ പറഞ്ഞത്? ചാണകം അതിനെന്തിനാ എടുത്തു വെച്ചത്? ഗുരു, അവിടുന്നല്ലേ പറഞ്ഞത് വണ്ടിയിൽ നിന്ന് എന്ത് പോയാലും എടുത്തു വയ്ക്കാൻ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഗുരു ഇത് മാറ്റി പറയുന്നതാ? ഗുരുവിന് ശിഷ്യൻ്റെ മനോനില മനസ്സിലായി. ഗുരു ഒരു ഓലയും ഒരു എഴുത്താണിയും എടുത്ത് വണ്ടിയിലുണ്ടായിരുന്ന സകല സാധനങ്ങളുടെയും പേരെഴുതി ആ ഓല ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി, ഇനി മുതൽ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ താഴെ വീഴുകയാണെങ്കിലും ഈ ഓലയെടുത്ത് നോക്കുക. എന്നിട്ട് ഇതിലുള്ളതാണെങ്കിൽ മാത്രം എടുത്തു വെച്ചാൽ മതി. ശിഷ്യന് സമാധാനമായി. ഗുരുവിനും എന്തെങ്കിലും വീണ് പോയാൽ ഈ ഓല എടുത്ത് നോക്കിയിട്ട് അതിലുള്ളതാണെങ്കിൽ എടുത്തു വെച്ചാൽ മതിയല്ലോ. ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് അപ്രീതിയൊന്നും കേൾക്കേണ്ടി വരികയില്ല. അങ്ങനെ ശിഷ്യൻ സമാധാനത്തോടു കൂടി ഓലയും കയ്യിൽ പിടിച്ച് വണ്ടി ഓടിക്കാൻ തുടങ്ങി. നേരം ഇരുട്ടി തുടങ്ങി. വണ്ടിയും ശിഷ്യനും ഗുരുവും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. വണ്ടിക്ക് താഴെ തൂക്കിയിട്ട റാന്തൽ വെട്ടത്തിലായി പിന്നത്തെ യാത്ര. ഇരുട്ടായല്ലോ. അപ്പം വണ്ടിയുടെ താളത്തിൽ കുലുങ്ങി ഗുരു വീണ്ടും ഒന്ന് മയങ്ങിപ്പോയി. അങ്ങനെ ദുർഘടമായ വഴിയിൽ എപ്പോഴോ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. അതിൽ പെട്ട വണ്ടിയിൽ ഒരു ചക്രം അതിൽ താന്നുപോയി. കുതിര എത്ര ശ്രമിച്ചിട്ടും കുഴി കയറാൻ കഴിയാതെ വന്നു. വണ്ടി ഓടിക്കുന്ന ശിഷ്യൻ കുതിരയെ എത്ര നിർബന്ധിച്ചിട്ടും വണ്ടി കുഴിയിൽ നിന്ന് കയറുന്നില്ല. ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ ശിഷ്യൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുതിരയ്ക്കൊപ്പം വണ്ടി ആഞ്ഞു വലിച്ചു. ശിഷ്യൻ നിലത്ത് ചവിട്ടി പിടിച്ചുകൊണ്ട് ആഞ്ഞു വലിച്ചു. അങ്ങനെ ഒരുപാട് പരിശ്രമത്തിന് കൂടിയിട്ട് വണ്ടി കുഴിയിൽ നിന്ന് കയറി. പക്ഷേ വലിയ തുടർച്ചയായ പ്രയോഗം കൊണ്ട് കുതിരവണ്ടിയുടെ പിറകുവശം താഴെ മുൻഭാഗം ഒരുപാട് അങ്ങ് ഉയരുകയും ചെയ്തു. ഇത് കാരണം എന്തുണ്ടായി? വണ്ടിയിലുണ്ടായിരുന്ന എല്ലാ സാധന സാമഗ്രികളും ഗുരുവും താഴത്തേക്ക് വീണു. ശിഷ്യൻ പരിഭ്രമിച്ചൊന്നുമില്ല. കാരണം എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് ഓലയിൽ എഴുതി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ശിഷ്യൻ അതിൽ നോക്കി ഓരോരോ സാധനങ്ങളെടുത്ത് വണ്ടിയിലേക്ക് വെച്ചു. കമണ്ടലു, യോഗദണ്ഡ്, വസ്ത്രങ്ങൾ, അങ്ങനെ ഓരോന്നായിട്ട് ശിഷ്യനെടുത്ത് വണ്ടിയിൽ വെച്ചു. വീണ്ടും ഓല പരിശോധിച്ച് നോക്കി ഡബിൾ ചെക്ക് ചെയ്ത്
എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചിട്ട് ഒരു സാധനം മാത്രം ലിസ്റ്റിലില്ലാത്തത് കണ്ടു. അത് ഗുരുനാഥനായിരുന്നു. ശിഷ്യൻ ഗുരുനാഥൻ ലിസ്റ്റിലില്ലാത്തത് കൊണ്ട് ഗുരുനാഥന് അവിടെ തന്നെ ഉപേക്ഷിച്ച് ബാക്കിയുള്ള സാധന സാമഗ്രികളൊക്കെ ആയിട്ട് യാത്ര തുടർന്നു. കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ വഴി തെറ്റി. തുടർന്ന് റാന്തൽ വെട്ടം നിലച്ചു. മാർഗോപദേശം ചോദിക്കാൻ ഗുരു ഇല്ലാത്തത് കൊണ്ട് കാട്ടിൽ അലഞ്ഞ ശിഷ്യനെ ഹിംസ്ര ജന്തുക്കൾ കടിച്ചു കീറി അയാളുടെ കഥയും കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യജീവിതത്തിൽ ബോധവസ്തുക്കളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൽ ഗുരുവില്ല, ഈശ്വരനില്ല, നമുക്ക് വെളിച്ചം നൽകിയ മഹാത്മാക്കളില്ല, അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആളുകളുമില്ല. നമ്മുടെ നാട് എന്ന് പറയുന്നത് ഈശ്വരനേക്കാൾ പ്രാധാന്യം ഗുരുവിന് നൽകിയിരുന്ന പരമ്പര ഉൾപ്പെടുന്നതാണ്. അത് മനസ്സിലാക്കി നിർദ്ദേശത്തിന് ഗുരുവരുൾ ശ്രവിക്കാത്തത് നിമിത്തം ജീവിതത്തിൻ്റെ വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോകേണ്ടി വരും.